everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, നമ്മൾ പല കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് പല ലൈവുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സും ഗ്രാമറും ഒക്കെ നമ്മൾ ലൈവുകളിലും കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് an entirely new experiment. This is a live examination and I'm super excited about this. നോക്കൂ, ആദ്യമായിട്ടാണ് നമ്മൾ സൈലത്തിൽ ഇംഗ്ലീഷിൻ്റെ, നിങ്ങൾ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും സോഷ്യൽ സയൻസിൻ്റെയും ഒക്കെ എക്സാം എഴുതിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു ലൈവ് എക്സാം എഴുതാൻ പോകുന്നത്. ആൻഡ് നിങ്ങളെപ്പോലെ ഞാനും എന്താണ് എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം 80 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ഉണ്ടാവുക. ഏകദേശം 36ഓളം ചോദ്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാറ്റേൺ. എന്നാൽ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു മിനി എക്സാം നടത്താൻ പോവുകയാണ്. അത് ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് നമ്മളൊരു 30 മാർക്കിന് മാക്സിമം 1 അവർ കൊണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ 2 ചാപ്റ്റേഴ്സിൻ്റെ എക്സാം ആണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത്. ഏതൊക്കെയാണ് ചാപ്റ്റർ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഏതൊക്കെയാണ്? യെസ്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, ചാപ്റ്റർ നമ്പർ 7, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ചാപ്റ്റർ നമ്പർ 9. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എക്സാമിന് ഈ ചാപ്റ്റേഴ്സ് തന്നെ സെലക്ട് ചെയ്തത്. ആൻഡ് ഇതിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം, നിങ്ങൾ കടന്നുപോയ ചോദ്യങ്ങളായിരിക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇതൊരു എക്സാമിനേഷൻ ആവുന്നു എന്നതുകൊണ്ട് കൂടെയാണ്. കാരണം നിങ്ങൾ ലൈവായി എൻ്റെ കൂടെ ഈ പരീക്ഷ എഴുതാൻ പോകുന്നു. ഇങ്ങനൊരു ചോദ്യ പേപ്പർ വന്നാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റെഡി ആയിട്ടിരിക്കുക, ഒരു പേപ്പറും പേനയൊക്കെ ആയിട്ടിരിക്കുക. ആൻഡ് ആദ്യത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ ആദ്യത്തത് കോംപ്രിഹെൻഷൻ ആയിരിക്കും. നിങ്ങളുടെ പരീക്ഷാ പേപ്പറിലും അങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഒരു പാസേജ് തരുന്നു, അതുമായി ബന്ധപ്പെട്ട് 5 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. സോ നിങ്ങൾ ആദ്യം അതിനൊരൊറ്റ സെറ്റായിട്ട് എടുക്കുക, ചോദ്യങ്ങൾ വായിക്കുക. ഞാൻ ചോദ്യങ്ങൾ വായിക്കും, എൻ്റെ കൂടെ നിങ്ങൾക്ക് വായിച്ചു പോവാം. അതിനുശേഷം നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുന്നു, നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുന്നു. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മുന്നോട്ട് പോയാൽ മതി. കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ അവനവനോട് തന്നെ ആത്മാർത്ഥത കാണിച്ച് എഴുതേണ്ട പരീക്ഷയാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കാം, ഗംഭീരമായി പറ്റിക്കാം. പക്ഷേ നിങ്ങളെങ്കിലും മിനിമം എന്ത് ചെയ്യുക, പറ്റിക്കാതിരിക്കുക. ഈ ഇടുന്ന ഹാർഡ് വർക്ക് ഒക്കെ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് നിങ്ങൾ ഗംഭീരമായി പഠിക്കണമെന്നും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ്. സോ ഇനി വലിയ ഡയലോഗുകളൊന്നുമില്ല, ലെറ്റ്സ് ബിഗിൻ ദി എക്സാം. ആദ്യത്തെ 5 ചോദ്യങ്ങൾ ഒരു സെറ്റാണ്. നോക്കൂ, ഇങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യം വരുന്നത്. Read the following passage and answer the questions that follow. On the second day out from New York, ഇത് ഏതാണ് ചാപ്റ്റർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ആണ്. സോ നമ്മൾ ആ പാസേജ് വായിക്കുന്നു. ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, when and where does the incident mentioned in the passage occur? 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, എവിടെയാണ് ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. 1 മാർക്കിന്റെ ചോദ്യമാണ്. എപ്പോഴും മക്കൾ ആലോചിക്കേണ്ട കാര്യം, 1 മാർക്കിന്റെ ചോദ്യത്തിന് 1-2 സെന്റൻസുകളിൽ ഉത്തരം എഴുതാൻ നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 2, what did the narrator suddenly aware of? എന്തിനെ കുറിച്ചാണ് നറേറ്റർ പെട്ടെന്ന് ബോധവാനായത്? ക്വസ്റ്റ്യൻ നമ്പർ 3, what was the stranger doing? ആ സ്ട്രേഞ്ചർ ആരാന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ചോദ്യം സ്ട്രേഞ്ചർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4, why did the narrator ignore the man? എന്തുകൊണ്ടാണ് നറേറ്റർ ആ മനുഷ്യനെ, സ്ട്രേഞ്ചറിനെ ഇഗ്നോർ ചെയ്തത്? ക്വസ്റ്റ്യൻ നമ്പർ 5, pick out a word that is similar to boredom in meaning. boredom എന്ന അർത്ഥമുള്ളൊരു വേർഡ് പിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഓക്കെ, എനിക്ക് വീഡിയോ പോസ് ചെയ്യാം എന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, യെസ്, നിങ്ങളെ പറ്റിക്കരുത്. ഓക്കെ, റെഡി. സോ നിങ്ങൾ ആൻസർ ചെയ്തിട്ടാണ് ഇനിയുള്ള വീഡിയോ കണ്ടിന്യൂഷൻ കാണുന്നത്. നോക്കൂ, നമുക്ക് ഇതിന്റെ ആൻസർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്താണ്? when and where does the incident mention in the passage take place? എവിടെയാണ്, എപ്പോഴാണ്? സിമ്പിൾ ആണ്. എവിടെയാണെടാ? The incident occurred on the deck of a ship on the second day of Dr. Cronin's journey back from New York. എവിടെയാണ് നടക്കുന്നത്? ഡെക്ക് ഓഫ് എ ഷിപ്പിലാണ്. എപ്പോഴാണ് നടക്കുന്നത്? The second day of Dr. Cronin's journey back from ന്യൂയോർക്ക്. സോ ഇത് തന്നെ എഴുതണമെന്നില്ല. ഓൾമോസ്റ്റ് ഇതുപോലെയുള്ള ആൻസർ എഴുതി കഴിഞ്ഞാൽ, അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം, 1 മാർക്ക് ഇടാം. ഓക്കെ, ഇത് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, ഈ മീനിങ് കിട്ടിയാൽ മതി. അതാണ് ഇംഗ്ലീഷ്, നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? what did the narrator suddenly aware of? എന്തിനെ കുറിച്ചാണ് നറേറ്റർ പെട്ടെന്ന് അവെയർ ആയത്? നോക്കൂ, നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. നോക്കൂ,
I suddenly became aware that one of the passengers was watching me closely. പക്ഷെ പല ആൾക്കാരും ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് യു വിൽ റൈറ്റ് ദിസ് ഹോൾ സെന്റൻസ് ആസ് ദി ആൻസർ. ദാറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാവൂ എന്നറിയാൻ വേണ്ടി മാത്രമല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, 80 മാർക്കിൽ 1 വേർഡുകൾ ആർ സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. സോ ഓരോ മാർക്കും കൃത്യമായി നിങ്ങൾ പിക്ക് ചെയ്യുക. ഇതുപോലെ എഴുതുന്നതിനല്ല, നിങ്ങൾക്ക് മാർക്ക് തരും, ചില ടീച്ചേഴ്സ് മാർക്ക് തരും, പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനെ നിങ്ങളൊരു സെന്റൻസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. നോക്കൂ എങ്ങനെയാണ് അതിന്റെ ആൻസർ കീ വരുന്നത് നോക്കിയോ. The narrator suddenly, അല്ലെ, I became suddenly എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, the narrator അല്ലെങ്കിൽ AJ Cronin became suddenly aware of the fact that one of the passengers was watching him closely. Okay, so ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കൊടുക്കാം. നിങ്ങൾ അതേ സെന്റൻസ് ആണ് എടുത്ത് എഴുതിയതെങ്കിൽ ഒരു 3/4 മാർക്ക്, ഫുൾ മാർക്ക് കൊടുക്കേണ്ട. നമ്മൾ അങ്ങനെ ഒരു ശീലിക്കേണ്ട. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, what was the stranger doing? Stranger എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നോക്കൂ. The stranger was following the narrator with gaze every time he passed. അതൊക്കെ പാസേജിന് ഡയറക്റ്റ് ആയിട്ട് തന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കി നിങ്ങൾ. Why did the narrator ignore the man? എന്തുകൊണ്ടാണ് നറേറ്റർ ആ മനുഷ്യനെ ഇഗ്നോർ ചെയ്തത്, എന്തിനാണ് അവഗണിച്ചത്? The narrator wanted to take rest, I wanted to take rest to avoid the tedium of casual importunate shipboard contacts എന്ന പാസേജിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാസേജ് ആണ്. ഓക്കെ, and to avoid the tedium of the importunate shipboard contact, so he ignored the man. ശരി, അതും ശരിയാണെങ്കിൽ എന്ത് ചെയ്യാം, ടിക്ക് ഇടാം, 1 മാർക്ക് ഇടാം. അടുത്തത് 5ാമത്തെ ചോദ്യം. ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇങ്ങനത്തെ ചോദ്യം കിട്ടുമ്പോൾ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കണം മക്കളെ. എന്താ ചോദ്യം? പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് ഈസ് സിമിലർ ടു ബോർഡം. ബോർഡം എന്ന അർത്ഥമുള്ള പാസേജ് ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. സോറി, പാസേജ് അല്ല, വേർഡ് ഏതാണ് വേർഡ്? ഇവിടെ 2 വേർഡ്സ് ഉണ്ട് അൺഫെമിലിയർ ആയിട്ടുള്ളത്. ഒന്ന് ടിഡിയമാണ്. ടിഡിയമാണ്. 2ാമത്തത് വേറൊരു വേർഡ് കൂടെ ഉണ്ടല്ലോ, ഇമ്പോർച്ചുനേറ്റ്. ചില ആൾക്കാർ ഇമ്പോർച്ചുനേറ്റ് എഴുതാൻ സാധ്യതയുണ്ട്. എന്താ ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ? അങ്ങനെ ചോദിച്ചാലോ. ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്കിങ് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് അനോയിങ്ലി, അല്ലെങ്കിൽ അനോയിങ് എന്നർത്ഥമുള്ള ഒരു വേർഡാണ്. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്നർത്ഥമാണ് ഇമ്പോർച്ചുനേറ്റിനുള്ളത്. സോ ടിഡിയമാണ് എന്തിന്റെ ആൻസർ? ടിഡിയമാണ് ബോർഡം എന്നർത്ഥമുള്ള വേർഡ്. സോ അതും നമുക്ക് എന്തായി? ശരിയായി. ഓക്കെ, ശരി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. ദിസ് ഇസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആക്ച്വലി. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം ദ സ്പീച്ച് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നോക്കൂ, നൗ തിങ്സ് ചേഞ്ച്ഡ് വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. മക്കളെ, ഇങ്ങനൊരു പാസേജ് വരുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്, യു ഹാവ് ടു റീഡ് ദ പാസേജ് തറലി. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പരീക്ഷയുടെ തലേന്ന് ആ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിച്ചിട്ടുണ്ടാവും. യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദ ചാപ്റ്റർ തറലി ദ ഡേ ബിഫോർ ദ എക്സാം, ബട്ട് ദാറ്റ് ഇറ്റ് ഡസന്റ് മാറ്റർ. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പാസേജ് വന്നു കഴിഞ്ഞാൽ റീഡ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഓക്കെ, 2 തവണയെങ്കിലും ഒന്ന് വായിക്കാം. നോക്കൂ, ഞാൻ 1 തവണ വായിക്കുകയാണ്. നോക്കൂ, നൗ തിങ്സ് ചേഞ്ച്ഡ് വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. ദർ വേർ ഇൻ മെനി ഓഫ് ദം അവൈലബിൾ. ആഫ്രിക്കൻ ബുക്സ് അത്രയൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ആൻഡ് ദേ വേർ ഇൻ ക്വൈറ്റ് ആസ് ഈസി ടു ഫൈൻഡ് ആസ് ദ ഫോറിൻ ബുക്സ്. ബട്ട് വെൻ ഐ റെഡ് ചിന്നു അച്ചബെ ആൻഡ് ക്യാമറ ലേ, ഐ റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, ഗേൾസ് വിത്ത് ദ സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, whose kinky hair could not form ponytail, could also exist in literature. I started write about things I recognized. I loved American and British books I read. Then they stood my imagination and opened up new world for me. But African writers saved me from having a single story of what books are. നോക്കൂ, ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസേജ് നിങ്ങൾ 1 തവണ വായിക്കുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച പാസേജ് ആണ്. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, എന്നിട്ട് വീണ്ടും പാസേജ് വായിക്കുന്നു. ആ വായനയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരങ്ങൾ, ആൻസേഴ്സ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 1, നെയിം ദ ആഫ്രിക്കൻ റൈറ്റേഴ്സ് അദിച്ചി റെഫർ ടു ഇൻ ദ പാസേജ്. അദിച്ചി ഇവിടെ റെഫർ ചെയ്തിട്ടില്ല, ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ്. ഓക്കെ, സോ കീവേഡ് എന്താണ്? ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആരാണ്? സോ നമുക്ക് അറിയാം ആഫ്രിക്കൻ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 പേരുണ്ട്. എന്താണ്? ചിന്നു അച്ചബെ ആൻഡ് ക്യാമറ ലൈ. ഇവർ 2 പേരെയാണ്. ഈ 2 ആഫ്രിക്കൻ റൈറ്റേഴ്സിനെയാണ് അദിച്ചി ഇവിടെ മെൻഷൻ ചെയ്തത്. സോ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതുമ്പോൾ ദ ആഫ്രിക്കൻ റൈറ്റേഴ്സ് റെഫർ ടു ബൈ അദിച്ചി ആർ ചിന്നു അച്ചബെ ആൻഡ് ക്യാമറ ലൈ എന്ന് എഴുതുന്നു.
ഓക്കെ, ശരി. ഓൾറെഡി ആൻസർ കിട്ടിയ ആൾക്കാർക്ക് ടിക്ക് ഇടാം, ഒരു മാർക്ക് ഇടാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് അതിച്ചി റിയലൈസ്? എന്താണ് അതിച്ചി റിയലൈസ് ചെയ്തത് വെൻ ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ആഫ്രിക്കൻ ബുക്സ്? ആഫ്രിക്കൻ ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോൾ അതിച്ചി എന്ത് റിയലൈസ് ചെയ്തു? അതിച്ചി എന്താ റിയലൈസ് ചെയ്തത്? ഷീ റിയലൈസ്ഡ് ദാറ്റ് ഗേൾസ് ലൈക്ക് ഹർ, അല്ലെ, അവളെ പോലെയുള്ള പെൺകുട്ടികൾക്ക്, ആരെ പോലെയുള്ള പെൺകുട്ടികൾക്ക്? ഗേൾസ് ലൈക്ക് ഹർ വിത്ത് ചോക്ലേറ്റ് കളേർഡ് സ്കിൻ ആൻഡ് കിങ്കി ഹെയർ കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അവളെ പോലെയുള്ള പെൺകുട്ടികൾക്കും ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് അവൾക്ക് മനസ്സിലായി. നോക്കൂ, അത് ഷീ റിയലൈസ്ഡ് ദാറ്റ് ഗേൾസ് ലൈക്ക് ഹർ വിത്ത് ചോക്ലേറ്റ് കളേർഡ് സ്കിൻ ആൻഡ് കിങ്കി ഹെയർ കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്കാണ്. ഇങ്ങനെ തന്നെ എഴുതുന്നില്ല, അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സെന്റൻസ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൗ ഡിഡ് ദ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഇൻഫ്ലുവൻസ് ഹർ റൈറ്റിംഗ്? അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ്, ആഫ്രിക്കൻ ബുക്സ് അല്ല കേട്ടോ, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് എങ്ങനെയാണ് അതിച്ചിയെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാ നോക്കൂ, I loved the American and British books I read. അത് കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ വായിച്ച അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്? They stirred my imagination and opened up new world for me. അതാണ് കാര്യം. അവയാണ് അതിച്ചിയുടെ ഇമാജിനേഷനെ എൻട്രി ചെയ്തത്. അതിച്ചിയുടെ ഭാവനയെ എന്താണ്, വലിയൊരു ലോകം, ഭാവനയുടെ വലിയ ലോകം എന്ത് ചെയ്തത്? ഓപ്പൺ അപ്പ് ചെയ്തത്. സോ നിങ്ങൾ അതാണ് എന്ത് ചെയ്യുന്നത് ആൻസറിൽ പറയേണ്ടത്. സോ നിങ്ങൾക്ക് എന്ത് പറയാം? ദ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് സ്റ്റിർഡ് ഹർ ഇമാജിനേഷൻ. മൈ ഇമാജിനേഷൻ എന്നുള്ളത് ഹെർ ഇമാജിനേഷൻ ആവും, ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ് ഫോർ ഹർ. നിങ്ങൾക്ക് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ചോളെ. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡന്റിഫൈ സംതിങ് ഓർ സംവൺ. ഒരു കാര്യത്തെ തിരിച്ചറിയുക എന്ന അർത്ഥത്തിലുള്ള വേർഡ് ഏതാണ്? നോക്കൂ, നമ്മളിത് ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് ഓരോ ലൈനും വായിച്ചു പൊയ്ക്കോളൂ. ഓക്കെ, പോകുന്ന സമയത്ത് ഇവിടെ റിയലൈസ്ഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഞാനതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണേ. ദാ ഇവിടെ റിയലൈസ്ഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ ഗേൾസ് വിത്ത് ദ സ്കിൻ, വായിച്ചു പോകുന്നു. ദാ ഇവിടെ റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഐ ലവ് ദ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ദേ സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ അല്ല, ഓക്കെ, സ്റ്റിർഡ് എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് എന്നാണ്. ഇനിയോ ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ. ഓക്കെ, അടുത്ത ചോദ്യം, ഇവിടെ ഐഡന്റിഫൈ സംതിങ് ഓർ സംവൺ എന്നാണ്. സോ രണ്ട് വേർഡ്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു പാര വെച്ചിട്ടുണ്ട്. റിയലൈസ്ഡും ഉണ്ട്, റെക്കഗ്നൈസ്ഡും ഉണ്ട്. സോ റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക, അണ്ടർസ്റ്റുഡ് എന്നാണ്. റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ അംഗീകരിക്കുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വിൽ ബി റെക്കഗ്നൈസ്ഡ്. ഏതാണ്? റെക്കഗ്നൈസ്. ഒന്ന് ഓർമ്മിച്ച് വെച്ചോളാം, അതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ചില ടീച്ചേഴ്സ് റിയലൈസ് എന്ന് എഴുതിയാലും മാർക്ക് തരാറുണ്ട്, ബട്ട് ഗോ ഫോർ റെക്കഗ്നൈസ് ഓൾവേസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ, ആ സെറ്റിലെ അവസാനത്തെ ചോദ്യം. ഇൻ വാട്ട് വേ, ഏത് രീതിയിലാണ് ഡിഡ് ദ റീഡിംഗ് ഓഫ് ആഫ്രിക്കൻ ബുക്സ് ഹെൽപ്പ് അതിച്ചിയെ എങ്ങനെയാണ് ആഫ്രിക്കൻ പുസ്തകങ്ങളുടെ വായന സഹായിച്ചത്? വളരെ സിമ്പിൾ ആണ്, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ, ആ മീ മാറ്റി എന്താക്കിയാൽ മതി? സേവ്ഡ് അതിച്ചി ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. സോ അതങ്ങ് മാറ്റി എഴുതി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നോക്കൂ, ആഫ്രിക്കൻ ബുക്സ് ഹെൽപ്ഡ് ഹർ ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. സോ ഇത് 5 ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഇടാം. വീണ്ടും പറയുന്നു, നിങ്ങളുടെ 80 മാർക്കിന്റെ സെക്കൻഡ് ടേം മോഡൽ എക്സാം, പബ്ലിക് എക്സാം, ഇതിലെല്ലാം ഏറ്റവും ക്രൂഷ്യൽ ആവാൻ പോകുന്നത് ഇതുപോലെയുള്ള 1 വേർഡുകളാണ്. ഞാനതിനെ കുറിച്ചൊക്കെ വിശദമായി നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് 1 വേർഡുകൾ നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്നൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം. പക്ഷെ എപ്പോഴും ആലോചിക്കുക, 1 വേർഡുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് 25 മാർക്കിന്റെ ഈ പരീക്ഷയിൽ ഞാൻ 10 മാർക്ക് 1 വേർഡ് കൊടുത്തത്. ഓക്കെ, ശരി. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ഞാനൊന്ന് വായിക്കുകയാണ്. In her speech on the topic, The Danger of a Single Story, Adichie explained how the single story about something is often incomplete. അതിച്ചിയുടെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞ സ്പീച്ചിൽ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒറ്റ കഥകൾ, സിംഗിൾ സ്റ്റോറീസ് അപകടകരമാവുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് എന്ത് എഴുതാനാണ് പറയുന്നത്? ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് എ പാരഗ്രാഫ്, പ്രിപ്പയർ എ പാരഗ്രാഫ് ഓൺ എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങളോട് കീവേഡ് ഇതാണ്, നിങ്ങളോട് ഒരു റൈറ്റപ്പോ പാരഗ്രാഫോ രണ്ടിന്റെ അർത്ഥം എസ് എന്ന് തന്നെയാണ്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാലും പാരഗ്രാഫ് എന്ന് പറഞ്ഞാലും എസ് എഴുതാനാണ്. സോ അവിടെ റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞാൽ, പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ ഓൺ കഴിഞ്ഞിട്ട് വരുന്നതാണ് നിങ്ങളുടെ ടോപ്പിക്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പാണ് ഞാൻ പറയുന്നത്. ഓൺ എന്തിനെ കുറിച്ചാണ്? ഓൺ ഹൗ അതിച്ചി ഷോസ് അസ് an example for this. ഇതിന്, അതായത് ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറീസിന് എക്സാമ്പിൾ കാണിച്ചു തരുന്നത്
ഫിദയുടെ ഫാമിലി. ഓക്കെ, ഫിദയുടെ ഫാമിലിയുടെ കഥ വെച്ച് എങ്ങനെയാണ് എന്നാണ്. ഓക്കെ, ഇതാണ് ചോദ്യം. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. യെസ്. ഓക്കെ, എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിനാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. എത്ര മാർക്കിനാണ് ചോദിക്കാറ്? 6 മാർക്കിനാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ വീഡിയോയുടെ മുന്നോട്ടുള്ള ഭാഗം കാണാവുള്ളേ. യെസ്. അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാടാ? പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. സോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ് ചോദിക്കാറ്? 6 മാർക്സിനാണ് ചോദിക്കാറ്. സോ എപ്പോഴും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ഷോർട്ട് എസ്സേ. എന്തെഴുതാനാണ് പറഞ്ഞത്? ഷോർട്ട് എസ്സേ. സോ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തോളാം? ഷോർട്ട് എസ്സേയിലേക്ക് കൺവേർട്ട് ചെയ്തോളാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഒരു ഷോർട്ട് എസ്സേ ആകുന്ന സമയത്ത് അതിന് എന്തുണ്ടായിരിക്കണം? അതിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. എന്തുണ്ടായിരിക്കണം? ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എവിടെ എടുക്കണം? എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷനിൽ അഡ്രസ് ദ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ തന്ന ടോപ്പിക്കിനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, കാര്യങ്ങൾ എന്ത് ചെയ്യാം? കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമത്തെ പാരഗ്രാഫ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ എന്ത് വേണം? ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ഓക്കെ, സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2-2.5 മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം നിങ്ങൾ ഈ ഒരു പാറ്റേണിലാണല്ലോ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 2 മാർക്സ് കിട്ടുന്നു. അതായത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പറയുന്നു. ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നു. ദെൻ കൃത്യമായ ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ തരുന്ന ഉത്തരം ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാനിവിടെ എന്ത് ഉത്തരം തന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഉത്തരത്തെ നിങ്ങൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ എഴുതുന്നത് തന്നെ നിങ്ങൾ എഴുതണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇത് ലാംഗ്വേജ് ആണ്. സോ ആൻസേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സിബിൾ ആണ്. ഏത് രീതിയിലും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് പറയാം. റൈറ്റ്? സോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അല്ല തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ആൻസർ കീയിൽ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് തരാം മക്കളെ. എപ്പോഴും ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഈ ചാപ്റ്ററിന് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയെ നമുക്ക് വേണമെങ്കിൽ ഒരു 10-14 പോയിന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ചുരുക്കി പറയാം. സോ എപ്പോഴും നിങ്ങൾ ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന 4 പേജ് കൃത്യമായി വായിച്ചു പോയിട്ടുണ്ടാവണം. ഓക്കെ, ഞാനിപ്പോൾ വായിക്കുന്നില്ല. നിങ്ങളൊരു ആൻസർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. ഇതിൽ 3 സിംഗിൾ സ്റ്റോറീസിനെ കുറിച്ചും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് ഞാൻ വായിക്കാത്തത് നിങ്ങളുടെ ആൻസർ ഇത് നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ രീതിയിലാണ് നിങ്ങൾ മാർക്സ് കൊടുക്കേണ്ടത്. സത്യസന്ധമായി മാർക്ക് കൊടുക്കുക. നിങ്ങളുടെ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ വീഡിയോ ഈ എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഒരു ബോണസ് ആയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് തരുന്നത്. 1, 2, 3, 4. ഓക്കെ, ഇതെന്നാണ് നിങ്ങളുടെ ആൻസർ ഡെറൈവ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിൽ ഫിദയുടെ ഫാമിലിയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളത് കൊണ്ട് ഫിദയുടെ ഫാമിലിയെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. മിസ്റ്റർ ജോൺ സെൽഫ്ലെസ് സർവീസ് ടു ദ ഹ്യൂമാനിറ്റി വാസ് വൈഡ്ലി റിപ്പോർട്ടഡ്. What would be the newspaper report? What would the newspaper report be? നിങ്ങളോട് എന്താ എഴുതാൻ പറഞ്ഞത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എഴുതാൻ പറഞ്ഞത്. എന്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞത്? എന്താണ് നമ്മുടെ ടോപ്പിക്? മിസ്റ്റർ ജോൺ സെൽഫ്ലെസ് സർവീസ് ടു ദ ഹ്യൂമാനിറ്റി. ഓക്കെ, യെസ് എഴുതിയോ? യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക. സത്യസന്ധമായിട്ട് എഴുതുക. സമയം എടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ സമയം എടുത്ത് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, യെസ്, റെഡി. നോക്കിക്കോണേ, നമ്മളിതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവാണേ. നമുക്കറിയാം നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് അല്ലേ? ന്യൂസ് റിപ്പോർട്ടാണ്. സോ ഒരു ന്യൂസ് റിപ്പോർട്ട്
എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായി ആലോചിക്കേണ്ടത്? നിങ്ങളുടെ കോണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് കോണ്ടന്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആ പെർട്ടിക്കുലർ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ. സോ എന്തൊക്കെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ഇതൊക്കെ നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ നോക്കിയോളെ. യെസ്. ആദ്യം നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്നു. കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതിനുശേഷം നിങ്ങൾ ബൈ ലൈൻ എഴുതുന്നു. ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ ബൈ ഹും ദ ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിപ്പോർട്ടഡ്. ആരാണ് ന്യൂസ് ആർട്ടിക്കിൾ റിപ്പോർട്ട് ചെയ്തത് അതിനെയാണ് നമ്മൾ ബൈ ലൈൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ സ്റ്റാഫ് റിപ്പോർട്ടറിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്നോ എഴുതാം. എന്തെഴുതാം? സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്നോ എഴുതാം. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഡേറ്റ് ലൈൻ ആണ്. സോ നിങ്ങളൊരു അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡേറ്റ് കൊടുക്കുന്നു. 18th May 1973 ഒരു ഡേറ്റ് കൊടുക്കുന്നു. ശരിയാണല്ലോ? 3 സ്റ്റെപ്പായേ. ഇനി സ്റ്റെപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്ലേസ് ലൈൻ ആണ്. എവിടെയാണോ കാര്യം നടക്കുന്നത് അവിടെ ആ പ്ലേസ് എഴുതുക. സോ പ്ലേസ് ലൈൻ എന്ന് പറയുന്നു 1, 2, 3, 4. ഇനി ഐഡിയലി നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്നത് എത്ര പാരഗ്രാഫുകളിലായിട്ടാണ്? നിങ്ങൾ ഒന്ന് പറഞ്ഞു. എത്ര പാരഗ്രാഫുകളായിട്ടാണ്? 2 പാരഗ്രാഫ്. എത്ര പാരഗ്രാഫ്സ്? 2 പാരഗ്രാഫ്സ്. സോ ആദ്യത്തെ ഒരു പാരഗ്രാഫ്, അതായത് നിങ്ങൾ നടന്ന കാര്യങ്ങളെ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ വളരെ ചുരുക്കി എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മിസ്സാവാതെ, അതായത് വാട്ട്, വൈ, വേർ, വിച്ച്, വെൻ. എന്താണ്? വാട്ട്, വൈ, വേർ, വിച്ച്, വെൻ, ഹൂ. ഈ ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതുന്ന ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത് സാർ? ഞാൻ ലീഡ് എന്ന് വിളിക്കുന്നത്. ലീഡ് പാരഗ്രാഫ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു സാർ? ലീഡ് പാരഗ്രാഫ്. ഇത് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിങ്ങൾ ലീഡ് പാരഗ്രാഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടാവണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇലാബറേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ഈ ലീഡ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളും അഡീഷണൽ ഇൻഫർമേഷനും ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെ ഇലാബറേറ്റ് ചെയ്യുന്നു, വിശദീകരിച്ച് പറയുന്നു. അതിനെ നമുക്ക് വേണമെങ്കിൽ ബോഡി എന്ന് വിളിക്കാം. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ പറയുന്നത് ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് വിളിക്കാം. ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6ൽ ഏകദേശം ഒരു 5.5 മാർക്ക് കിട്ടും, കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. ഈ ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഏറ്റവും അവസാനം നിങ്ങളൊരു പാരഗ്രാഫ് 1-2 സെന്റൻസുകൾ എഴുതണം. ആ 1-2 സെന്റൻസുകളെ ഞാൻ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് കോട്ട് എന്നാണ്. ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്, ലൈവിലൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്. എന്താണ് ഒരു കോട്ട്? അതായത് ആ സംഭവവുമായി ബന്ധപ്പെട്ട, ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു കമൻറ്റ്, ഒരു അഭിപ്രായം നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാകും. സോ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ലെറ്റ് ഇറ്റ് ബി from any chapter, this should be the format you have to follow. നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്. സോ ഈ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്തോടാ. ഫോളോ ചെയ്തെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഡെമോ ആൻസർ തരാം. നോക്കൂ. മിസ്റ്റർ ജോൺസ് സെൽഫ്ലെസ് സർവീസ് അപ്രീഷിയേറ്റഡ്. നിങ്ങൾ കണ്ടതാണ്, നമ്മൾ ഓൾറെഡി ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ഓക്കെ, ശരി. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നു. അതിനുശേഷം ബൈ ലൈൻ, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കുന്നു. ഡേറ്റ് ലൈൻ കൊടുക്കുന്നു. പ്ലേസ് ലൈൻ കൊടുക്കുന്നു. അതിനുശേഷം നോക്കൂ, ഇതാ ഈ കണ്ട കാര്യമുണ്ടല്ലോ. ഏത് കാര്യം? ദാ, Mr. John, a lawyer from the suburb of London, has been appreciated widely for his selfless service to humanity. He played an important role in bringing about remarkable change in the lives of many backward, maladjusted and delinquent youth. ഈ പാരഗ്രാഫിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ലീഡ് പാരഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ലീഡ് പാരഗ്രാഫ്. സോ ഞാനിത് ഈ ഞാൻ എഴുതിയ ആ സെന്റൻസ് തന്നെ ഇൻസിസ്റ്റ് ചെയ്യാത്തത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു പരീക്ഷ എഴുതി കഴിഞ്ഞു, നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളുടെ മുമ്പിലുണ്ട്. എപ്പോഴും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതിനെ അത് വെച്ച് കമ്പയർ ചെയ്യണ്ട, അല്ലെങ്കിൽ അതിന് ഇത് വെച്ച് എന്ത് ചെയ്യണ്ട, കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെങ്കിൽ, വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ. എനിക്കറിയാം ഈ ഇംഗ്ലീഷ് എക്സാമിന്, പ്രത്യേകിച്ച് ലാംഗ്വേജുകൾ എക്സാമിന് കൃത്യമായ കൺസ്ട്രെയിൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്,
ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ സ്ക്രീൻ ഇപ്പുറത്തും നിങ്ങൾ എൻ്റെ ഒരു മൊബൈൽ ഫോൺ അപ്പുറത്തും നിൽക്കുന്ന ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ലിമിറ്റേഷൻസിനൊക്കെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്നു, ആ ലിമിറ്റേഷൻസിനൊക്കെ നമ്മൾ മറികടക്കുന്നു. എങ്ങനെ? ഞാനും നിങ്ങളും നമ്മളുടെ കണക്ഷൻ ഉണ്ടല്ലോ. നിങ്ങളെ നാച്ചു സാറിനെ വിശ്വസിച്ച് ഇവിടെ വന്നതും നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ. ആ കണക്ഷൻ ഈ പറയുന്ന സകലമായ പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഫോർമാറ്റ് കൃത്യമാക്കുക, എഴുതി പഠിക്കുക, ഇതൊരു മാതൃകയായിട്ട് മാത്രം കാണുക. ഇത് ഇങ്ങനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. രണ്ടാമത്തെ പാരഗ്രാഫിൽ കാര്യങ്ങളെ ഇലാബറേറ്റ് ചെയ്യുന്നു. ആ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ അവസാനം ഇത്ര ഒന്നും വേണമെന്നില്ല കേട്ടോ. 6 മാർക്കിന് ഇത്ര ഒന്നും എഴുതണമെന്നില്ല. എന്നാലും ഇത് ഒരു ഫോർമാറ്റ് ആയിട്ട്, ഇതൊരു മോഡലായിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. ഓക്കെ, യെസ്. അവസാനം എന്ത് എഴുതുന്നു? അവസാനം ഇവിടെ നമ്മളൊരു മിനിസ്റ്റർ ഓഫ് യൂത്ത് വെൽഫെയറിനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ലൈവിലും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലൈവ് സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ലൈവ് ചൊവ്വാഴ്ച വരുന്നുണ്ട്, അടുത്ത ആഴ്ച ചൊവ്വാഴ്ച വരുന്നുണ്ട്. എല്ലാവരും കാണുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്ര ഗംഭീരമായാണോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവർ മെയ്ഡ് പഠിച്ചത്, അതുപോലെ കുറെ ട്രിക്സും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ലൈവ് നമ്മൾ ചെയ്യും. അതിലേക്കൊക്കെ ഞാൻ വരാം. സോ ഇവിടെ ഞാൻ നോക്കൂ, മിസ്റ്റർ ജോൺ. ഓക്കെ, what he is doing is indeed a work of redemption. ഇത് മിനിസ്റ്റർ ഓഫ് യൂത്ത് വെൽഫെയറിന്റെ കമന്റ് ആണ്. എന്താണ് അദ്ദേഹം, അതായത് മിസ്റ്റർ ജോൺ ഇപ്പൊ ചെയ്യുന്ന വർക്ക് തീർച്ചയായും ഇൻഡീഡ് എന്താണ്, ഒരു വർക്ക് ഓഫ് റിഡംഷൻ ആണ്, ഒരു മോക്ഷ പ്രവൃത്തിയാണ് എന്ന് മിനിസ്റ്റർ ഒപ്പൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിപ്രായപ്പെട്ടു. ഒപ്പൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിപ്രായപ്പെട്ടു എന്നാണ്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത് ഏകദേശം ഇതുപോലെയാണ് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 5-ൽ, ഓക്കെ, ഇവിടെ ഞാൻ 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്, 5-ൽ നിങ്ങൾക്ക് ഒരു 4.5 അല്ലെങ്കിൽ ഒരു 4 മാർക്ക് കൊടുക്കാം. നിങ്ങൾ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5-ൽ 5 കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒന്നും എഴുതിയിട്ടില്ല, കുറച്ചുകൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കാമായിരുന്നു എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് 2.5 മാർക്കിൽ കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിങ്ങളൊന്നും എഴുതിയിട്ടില്ല, ചുമ്മാ ഞാൻ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 മാർക്കൊക്കെ കൊടുക്കാം. വീണ്ടും പറയുന്നു, ഇത് നമ്മളോട് തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ആൻഡ് ഈ എക്സാം സീരീസിലെ ഇംഗ്ലീഷിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ സ്യൂട്ടബിളി, എപ്പോഴും ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള സമയം ഞാൻ തരാം. വീഡിയോ പോസ് ചെയ്യാം. യെസ്, വീഡിയോ പോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കൃത്യമായി ശ്രദ്ധിച്ചോളൂ. 5 മാർക്കിലാണ് ചോദ്യം. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ്. So this is a conversation between Mr. John and Dr. A.J. Cronin from the chapter The Best Investment I Ever Made. So നമ്മൾ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ലൈവ്സ് ഒക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. കാണാത്ത ആളുകൾ നമ്മുടെ Xylem SSLC ചാനലിൽ ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ഒക്കെ നമ്മൾ ഗംഭീരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻസിൽ പലതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ജോൺ പറയുന്നു, യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ. എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ്, സെന്റൻസ് അല്ല സ്റ്റേറ്റ്മെന്റ് തരുന്നു അല്ലെ, ഒരു കോമ ഇടുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് തരുന്നു, ഉറപ്പിച്ചോളൂ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ റൂൾ ആലോചിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ ഇതാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് എടുത്ത് എഴുതാം. ഏതാണ് ഓക്സിലറി വെർബ്? ഡു ആണല്ലോ ഓക്സിലറി വെർബ്. നേരിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഡു എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് എഴുതുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് നെഗറ്റീവ് ആണ്. കാരണം ഇവിടെ എന്തുണ്ട്, ഇവിടെ N' എന്ന് പറഞ്ഞാൽ നോട്ടാണ്. സോ സെന്റൻസ് നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തല്ല, നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. അതായത് ഡൂയുടെ കൂടെ നിങ്ങൾ നോട്ട് ചേർക്കേണ്ട. അടുത്തത് ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? യു ആണ്. സോ ദ ആൻസർ ഈസ് ഡു യു. ഒന്നാമത്തെ ആൻസർ ഡു യു ആണ്. ശരിയാണെങ്കിൽ 1 മാർക്ക് ഇടാം. അടുത്തത് ക്രോണൻ പറയുന്നു, എന്താ പറയുന്നത്? സോറി, ഐ ഡോണ്ട് റിമെമ്പർ. ഇല്ല, ഞാൻ നിങ്ങൾ ഓർക്കുന്നില്ലല്ലോ. അപ്പൊ ജോൺ പറയുന്നുണ്ട്, യു സേവ്ഡ് എ മാൻസ് ലൈഫ് 25 years ago. നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതം 25 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിച്ചിട്ടുണ്ട്. ഓ, ഐ ഡോ റിമെമ്പർ ഇറ്റ് നൗ. ഓ, ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നു. ഇത് ഫുൾ സ്റ്റോപ്പ് ആണ്, കോമയല്ല. കോമയായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നേ. ഫുൾ സ്റ്റോപ്പ് വരുന്നു. എന്നിട്ട് ഇവിടെ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഞാനതിന്റെ ആൻസർ നോക്കുകയാണ്. സർ, ഇതിന്റെ ആൻസർ തുടങ്ങുന്നത് യെസ് സർ എന്ന് വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോമാറ്റ് നമ്മൾ കഴിഞ്ഞ ലൈവില് ഗംഭീരമായി പഠിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോമാറ്റ് എന്താണ്? ആസ്മോ എന്നാണ്. എന്താണ്? ആസ്മോ. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്, അതേഴ്സ് ഉണ്ടെങ്കിൽ അതേഴ്സ്. നോക്കൂ ഇവിടെ എന്താണ് ഉത്തരം എന്ന് ഞാൻ വായിക്കാൻ പോവാണ്.
ഐ ആം ജോൺ. ഐ ആം ജോൺ. ഓക്കെ, ഞാൻ ജോൺ ആണ്, ഇതെന്റെ വൈഫാണ്. ആദ്യം പറയുന്ന കാര്യം എന്താ? ഐ ആം ജോൺ. അതെ സാർ, ഞാൻ ജോൺ ആണ്. അപ്പൊ ചോദ്യം എന്താ? നിങ്ങൾ ജോൺ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ജോൺ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ നോക്കൂ, ഞാൻ ആസ്മ വെച്ച് നോക്കുമ്പോൾ ഓക്സിലറി വേർബ് ഏതാണ്? ഓക്സിലറി വേർബ് ഇവിടെ ആം ആണ് ഓക്സിലറി വേർബ്. ഏതാണ് ഓക്സിലറി വേർബ്? ആം ആണ് ഓക്സിലറി വേർബ്. നമ്മൾ റൂള് ഫോളോ ചെയ്യുക. ആം ആണ് ഓക്സിലറി വേർബ്. ഇനി അടുത്ത് എനിക്ക് വേണ്ടത് സബ്ജക്റ്റ് ആണ്. അടുത്ത് എനിക്ക് വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഓക്കെ, അടുത്ത വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഒരു മിനിറ്റ് എടാ. യെസ്, സോ ആം ആണ് ഓക്സിലറി വേർബ്. ആം എന്ന് എഴുതുന്നു. സബ്ജക്റ്റ് ആണ് അടുത്തത് വേണ്ടത്. നിങ്ങൾ മിസ്റ്റർ ജോൺ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. സോ നിങ്ങൾ എന്നുള്ളതിന്റെ പ്രോനൗൺ യു ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ എന്തോ പ്രശ്നമുണ്ട്. ആം യു എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. റൂള് പ്രകാരം ആം ആണ് വരേണ്ടതെങ്കിലും യുടെ കൂടെ ആം കോമ്പാറ്റിബിൾ അല്ലാത്തതുകൊണ്ട് യുടെ കൂടെ ആം കോമ്പാറ്റിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആം യുന് പകരം ആർ യു എന്ന് എഴുതുന്നു. ലോജിക്ക് മനസ്സിലായല്ലോ? ശരി, മെയിൻ വേർബ് അതേഴ്സ്. മെയിൻ വേർബ് അവിടെ വേറെ ഇല്ല. സോ ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ജോൺ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. സോ ദ ആൻസർ വിൽ ബി ആർ യു മിസ്റ്റർ ജോൺ. ആർ യു മിസ്റ്റർ ജോൺ. സോ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി. അടുത്തത്, അതിനുശേഷം ക്രോണിന് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോ ജോൺ പറയുന്നുണ്ട് ഐ ആം എ സോഷ്യൽ വർക്കർ. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. സോ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ്. വാട്ട് ആർ യു ഡൂയിങ് എന്നല്ല ചോദ്യം. വാട്ട് ആർ യു ഡൂയിങ് എന്നായിരുന്നെങ്കിൽ ഐ ആം വർക്കിംഗ് ആസ് എ സോഷ്യൽ വർക്കർ എന്ന ആൻസർ വന്നേനെ. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് അല്ല, പിന്നെ എന്താണ്? നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു ഡു എന്നാണ് ചോദ്യം. വാട്ട് ഡു യു ഡു? അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. നിങ്ങളോട് ഒരാൾ ഞാൻ ഇന്ന ആളാണ്, ഐ എം എ പോലീസ്മാൻ, ഐ എം എ ടീച്ചർ, ഐ എം എൻ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ആ ഉത്തരം കിട്ടാൻ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? വാട്ട് ഡു യു ഡു അല്ലെങ്കിൽ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. ഈ ചോദ്യമാണ് അപ്രോപ്രിയേറ്റ്. ഓക്കെ, ശരി. അടുത്തത്, ഓക്കെ, അതിനുശേഷം പറയുന്നുണ്ട് ഗുഡ്. ഹെൽപ്പിംഗ് അതേഴ്സ് മേക്സ് വൺ ലൈഫ് മീനിങ് ഫുൾ. ഹെൽപ്പിംഗ് അതേഴ്സ് മേക്ക് വൺസ് ലൈഫ് മീനിങ് ഫുൾ. ഒരാളുടെ ജീവിതം അല്ലെ നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കുന്നു, അർത്ഥവത്താക്കുന്നു. അപ്പൊ ജോൺ പറയുന്നുണ്ട് ഇഫ് യു ഹാഡ് ഇൻ സേവ്ഡ് മീ. ഇഫ് യു ഹാഡ് ഇൻ സേവ്ഡ് മീ. മക്കളെ നോക്കിക്കോളെ, ഇതൊരു ഇഫ് ക്ലോസ് ആണ്. നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഇഫ് ക്ലോസിലെ മൂന്നാമത്തെ അല്ലെങ്കിൽ ടൈപ്പ് 3 സെന്റൻസസ് ആണ് ഇഫ് യു ഹാഡ് ഇൻ സേവ്ഡ് മീ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ, ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നവംബർ മാസം 10-ാം തീയതി വൈകുന്നേരമാണ്, അല്ലെങ്കിൽ അതിനുശേഷമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ Xylem Asthra SSLC ചാനലിൽ പോവുക. Xylem Asthra ചാനലിൽ പോവുക. അതിൻ്റെ വീഡിയോ സെഷനിൽ ഇഫ് ക്ലോസ് നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് അത് കാണുക. സോ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഇഫ് ക്ലോസിൽ തന്നിട്ടുള്ളത് ഹാഡ് പ്ലസ് V3 ആണ്. ഇഫ് യു ഹാഡ് ഇൻ സേവ്ഡ് മീ, നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ മെയിൻ ക്ലോസിൽ വേണ്ടത് ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് നോട്ട് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. എന്താണ്? വുഡ് ഹാവ് പ്ലസ് V3 ആണ്. സോ ഇഫ് യു ഹാഡ് ഇൻ സേവ്ഡ് മീ, നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പം എങ്ങനെയാ പറയുക? വുഡ് ഹാവ് കോൺസ്റ്റന്റ് ആണ്. ഐ വുഡ് ഹാവ് മരിക്കുക എന്നുള്ളതിന്റെ V3 എന്താണ്? ഐ വുഡ് ഹാവ് ഡൈഡ്. ഐ വുഡ് ഹാവ് ഡൈഡ്. ശരി, അതിനുശേഷം ദാറ്റ്സ് മൈ ഡ്യൂട്ടി. ക്രോണൻ പറയുന്നു ദാറ്റ്സ് മൈ ഡ്യൂട്ടി. ആൻഡ് ജോൺ പറയുന്നുണ്ട് എന്താ പറയുന്നത്? എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ഉത്തരം നോക്കിക്കോളെ. ഉത്തരം ഇതാണ്, യെസ് ഐ സ്റ്റിൽ ലിവ് ഇൻ ലണ്ടൻ. അതെ, ഞാൻ ഇപ്പോഴും ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? നിങ്ങൾ ഇപ്പോഴും ലണ്ടനിലാണോ താമസിക്കുന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്താണ്? ASMO ആണ്. എന്താണ്? ASMO ആണ്. സോ ഓക്സിലറി വേർബ് എന്താണ്? ഐ സ്റ്റിൽ ലിവ് ആണ്. സോ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓക്സിലറി വേർബ് തന്നിട്ടില്ല. ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ ലൈവിൽ പഠിച്ചിട്ടുണ്ട്. ലിവ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് എടുക്കുന്നു, മെയിൻ വേർബ് എടുക്കുന്നത് V1 ആണ്. സോ V1 സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡു പ്ലസ് ലിവ് എന്ന് കിട്ടും. സോ ഓക്സിലറി വേർബ് എന്താണ്? ഡു ആണ്. സബ്ജക്റ്റ് നിങ്ങൾ, ഡു യു. ഓക്കെ, മെയിൻ വേർബ് ലിവ് ആണ്. അപ്പം ഞാൻ സ്റ്റിൽ ലിവ് എടുക്കുന്നു. ഇപ്പോഴും താമസിക്കുന്നു എന്ന് ചോദിക്കണ്ടേ? ഡു യു സ്റ്റിൽ ലിവ് ഇൻ ലണ്ടൻ. ഡു യു സ്റ്റിൽ ലിവ് ഇൻ ലണ്ടൻ. ഇതാണ് 5ാമത്തെ ആൻസർ. ഇത്രയും കിട്ടിയോളാം. ഇത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഗ്രാമറാണ്, പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ വരണം. കിട്ടിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ലൈവുകളും ഞാൻ ഈ പറഞ്ഞ കോണ്ടന്റ് വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണുക. ആൻഡ് ഇത്രയുമാണ് നമ്മുടെ എക്സാം. കുറച്ച് സമയം നമ്മൾ അധികം എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെ ഒക്കെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത്രമേൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് പേപ്പറുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കാരണം മറ്റേതൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് ഓർമ്മയുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. എന്നാൽ
ലാംഗ്വേജ് നിങ്ങൾ എഴുതി പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. നിങ്ങളുടെ Xylem SSLC ചാനലിലെ മുഴുവൻ പ്രിയപ്പെട്ട അധ്യാപകരും ഇനിയും വരും. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ സ്കോർ ചെയ്ത മാർക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതൊക്കെ സാറ് വായിക്കും. വീണ്ടും പറയുന്നു, കമൻസുകളുടെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണ് എന്ന് നിങ്ങൾക്കറിയാം. സോ നിങ്ങളുടെ കമൻസ് കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരീക്ഷ എഴുതിയ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.